അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത് നമ്മൾ? ടിമ്പറിൻ്റെ എന്തൊക്കെയാണ് പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ? ടിമ്പറിൻ്റെ ഡിഫക്ട്സ് ബാക്കിയുള്ളത് പഠിച്ചു. അതുപോലെ തന്നെ എന്താ പഠിച്ചേ? ടിമ്പറിൻ്റെ പ്രൊഡക്ട്സ് അല്ലേ മറന്നുപോയോ? സീസണിങ്ങിൻ്റെ ഡിഫക്റ്റ് പഠിച്ചു. ഡിഫക്റ്റ് ഡ്യൂ ടു നാച്ചുറൽ കോഴ്സസ്, അതുപോലെ ഡിഫക്റ്റ് ഡ്യൂ ടു സീസണിങ്ങിൻ്റെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് എന്ത് പഠിച്ചു? ടിമ്പറിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാ? വിനീർ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പ്ലൈവുഡ് പഠിച്ചു, ഫൈബർ ബോർഡ്സ്, ഇംപ്രെഗ് ടിമ്പറും അതുപോലെ കംപ്രെഗ് ടിമ്പറും, ലാമിനേറ്റഡ് ബോർഡ്സ്, ബ്ലോക്ക് ബോർഡ്സ് ഇതൊക്കെ പഠിച്ചു അല്ലേ? ഹാർഡ് ബോർഡ്സ് പഠിച്ചു. പഠിക്കുന്നില്ലേ? നോട്ട്സ് സബ്മിറ്റ് ചെയ്തിട്ടില്ലല്ലോ ഇപ്പോഴും? അതിന്റെ നോട്ട് ഇട്ടായിരുന്നോ ടീച്ചറാ? നോട്ട് ഇട്ടായിരുന്നല്ലോ. നോട്ട് ഇട്ടിട്ടുണ്ടല്ലോ. ആ 24th ഇട്ടിട്ടുണ്ടായിരിക്കണം. ഓക്കെ. അപ്പോൾ നോട്ട്സ് എഴുതി പോവുക, അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്തിട്ടായാലും നിങ്ങളത് ഓർഡറിൽ കീപ്പ് ചെയ്ത് പോവുക കയ്യിൽ. ഓക്കെ. അടുത്ത് നമ്മൾ സീസണിങ് പറഞ്ഞു അല്ലേ? സീസണിങ് പറഞ്ഞില്ലേ? എന്താണ് സീസണിങ്? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. എന്താണ് സീസണിങ്? സീസണിങ് എന്താ? സീസണിങ് ഡെഫിനിഷൻ എന്താ? സീസണിങ് എന്താ പറയൂ? അതായത് ടിമ്പറിൽ എത്ര പെർസെൻറ്റേജ് വാട്ടറിൻ്റെ കണ്ടന്റ് ഉണ്ടാവും നമ്മൾ പറഞ്ഞേ? 50%. ആരാണത്? 50% വാട്ടറിൻ്റെ കണ്ടന്റ് ഉണ്ടായിരിക്കും. ആ 50% വാട്ടറിൻ്റെ കണ്ടന്റ് എങ്ങനെ കാണുക നമ്മൾ? പറയൂ. ഏത് ഫോമില കാണുക? സാപ്പ് ആൻഡ് മോയ്സ്ചർ അല്ലേ? സാപ്പിൻ്റെയും മോയ്സ്ചറിൻ്റെയും ഫോമിലാണ് നമ്മൾ ഈ 50% വാട്ടർ നമുക്ക് കാണാൻ പറ്റുക. അതിനെ എന്ത് ചെയ്യാണ് നമ്മൾ? കളഞ്ഞെടുക്കുക. അതായത് വുഡിലെ വാട്ടറിൻ്റെ കണ്ടൻറ്റിനെ ഇല്ലാതാക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് എന്ത്? സീസണിങ്. ക്ലിയർ അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? വോയിസ് ക്ലിയർ അല്ല എൻ്റെ? എന്താ ആൻസർ പറയാത്തെ? ഓക്കെ. അപ്പോൾ ഓക്കെ. ഓഫ്ലൈൻ ക്ലാസ് അല്ല, റെക്കോർഡഡ് ക്ലാസ് കേൾക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമ്മൾ സീസണിങ് ഇങ്ങനെയാണ് ചെയ്യുക. വാട്ടറിൻ്റെ കണ്ടൻറ്റ് ഇല്ലാതാക്കുക. അതുപോലെ തന്നെ സീസണിങ് ചെയ്യേണ്ട ഒരു ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു. എന്താ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യകത എന്താണെന്ന്? നമ്മൾ സീസണിങ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വാട്ടറിൻ്റെ കണ്ടൻറ്റ് ഒഴിവാക്കാനാണ്. ഈ വാട്ടറിൻ്റെ കണ്ടൻറ്റ് ഒഴിവാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ടിമ്പർ ഒരു നല്ലൊരു ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാം അല്ലേ? വാട്ടറിൻ്റെ കണ്ടൻറ്റ് ഇല്ലാതാക്കി കഴിഞ്ഞാൽ. അതുപോലെ തന്നെ എന്ത് ചെയ്യാം? ട്രാൻസ്പോർട്ടേഷൻ, ഈസി ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ നമുക്ക് കോസ്റ്റ് കുറവായിരിക്കും. പിന്നെന്താണ്? ഹാർഡ്നെസ്, സ്ട്രെങ്ത് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് എന്ത് പറ്റും? ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസും കൂടും അല്ലേ? പിന്നെന്താണ്? അതല്ല, ഒരു പോയിന്റും കൂടി ഉണ്ട്. പെയിന്റ് വാർണിഷൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടല്ലോ, ഫംഗൽ അറ്റാക്കൊക്കെ ഒഴിവാക്കാനായിട്ട്. ടു റെഡ്യൂസ് ദി ഫംഗൽ അറ്റാക്സ്. ഓക്കെ, ക്ലിയർ അല്ലേ അത്? പിന്നെ സീസണിങ് നമ്മൾ 2 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെ 2 ടൈപ്പ് സീസണിങ്?
നാച്ചുറൽ സീസണിങ്, ആർട്ടിഫിഷ്യൽ. നോക്കുക, ടൈപ്സ് ഓഫ് സീസണിങ് ഏതൊക്കെ സീസണിങ്? നാച്ചുറൽ സീസണിങ് ആൻഡ് ആർട്ടിഫിഷ്യൽ സീസണിങ്. ക്ലിയർ അല്ലേ? നാച്ചുറൽ സീസണിങ് എന്താണെന്ന് നോക്കാം. എന്താ നാച്ചുറൽ സീസണിങ്? ഇൻ ദിസ് മെത്തേഡ് done by stacking timber with space between them for free circulation of air. They should be kept clean off the ground and protect from sun and rain. എന്താ പറയുന്നത്? നാച്ചുറൽ സീസണിങ്ങിൽ എന്താ പറയുന്നത്? സൂര്യപ്രകാശം കൊണ്ട് ഇൻ ദിസ് മെത്തേഡ് ഡൺ ബൈ, അതായത് എങ്ങനെയാണ് ചെയ്യുന്നത്? ടിമ്പർ സ്റ്റാക്ക് ചെയ്ത് വയ്ക്കുക. എന്താ സ്റ്റാക്ക് ചെയ്ത് വയ്ക്കുകയെന്ന് വെച്ചാൽ അടക്കി വയ്ക്കുക. എങ്ങനെയാണ് അടക്കി വയ്ക്കുന്നത്? സ്പേസ് ഇത് തമ്മിൽ സ്പേസ് ഉണ്ടാക്കിക്കൊണ്ട് അടക്കി വയ്ക്കുന്നു. ഈ സ്പേസ് ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്രീ സർക്കുലേഷൻ ഓഫ് എയർ. ഫ്രീ സർക്കുലേഷൻ ഓഫ് എയറിന് വേണ്ടിയിട്ട് അവരുടെ ഇടയിൽ ഗ്യാപ്പുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സ്റ്റാക്ക് ചെയ്ത് വയ്ക്കുക. അതായത് അടക്കി വയ്ക്കുക. ക്ലിയർ ആണോ? എങ്ങനെ അടക്കി വയ്ക്കണം? പ്രൊട്ടക്ട് ഫ്രം സൺ ആൻഡ് റെയിൻ. ക്ലിയർ അല്ലേ? എങ്ങനെയാണ് ചെയ്യുക? ടിമ്പറുകൾ അടക്കി വയ്ക്കും. എങ്ങനെ? അതിൻ്റെ ഇടയിൽ സ്പേസിങ് കൊടുക്കണം. വെറുതെ കൂട്ടിയിട്ടാൽ പോരാ. എങ്ങനെ ചെയ്യണം? അവ തമ്മിൽ ഒരു സ്പേസിങ് ഉണ്ടായിരിക്കണം, ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ട് ആ ഗ്യാപ്പ് നമ്മൾ കൊടുക്കുന്നത്? ഫ്രീ സർക്കുലേഷൻ ഓഫ് എയർ കടന്നു പോകാനായിട്ട്. അതുപോലെ തന്നെ ഇത് ഡയറക്റ്റായിട്ട് സണ്ണിനും റെയിനും തട്ടുന്ന രീതിയിൽ വെക്കരുത്. എന്തിന്? പ്രൊട്ടക്ട് ഫ്രം സൺ ആൻഡ് റെയിൻ. സൂര്യപ്രകാശവും മഴയും അടിക്കാത്ത സ്ഥലത്ത്. അതായത് ഇതിനൊരു റൂഫിങ് കൊടുത്തിരിക്കണം. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? ദ ടിമ്പർ ഷുഡ് ബി ടേൺ ഫ്രീക്വൻറ്റ്ലി ഇഫ് പോസിബിൾ. എന്താ ടേൺ ഫ്രീക്വൻറ്റ്ലി? അതായത് മറച്ച് വെക്കുക, ടേൺ ചെയ്ത് വെക്കുക. അതായത് പറ്റുവാണെങ്കിൽ എന്ത് ചെയ്യണം? പോസിബിൾ, ഫ്രീക്വൻറ്റ്ലി ഇഫ് പോസിബിൾ. നമുക്ക് പറ്റുവാണെങ്കിൽ അത് ഒന്നെടുത്ത് മറച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. പറ്റുവാണെങ്കിൽ മാത്രം. ചിലപ്പോൾ കുറേ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അല്ലേ? എല്ലാം എടുത്ത് ഒരേപോലെ അത് തിരിച്ച് വെക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പോസിബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമുക്ക് അങ്ങനെ ചെയ്തിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അതിൻ്റെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതായത് ടേൺ ചെയ്ത് കൊടുക്കുക, ഒന്ന് മറച്ച് വയ്ക്കാം. ഇറ്റ് ടേക്സ് 2 to 4 years then timber is ready for use in carpentry or joineries. എന്താ? 2 വർഷം അല്ലെങ്കിൽ 2 വർഷം തൊട്ട് 4 വർഷം വരെ ആവുമ്പോൾ ഈ ടിമ്പർ എന്തിന് യൂസ്ഫുൾ ആയിരിക്കും? എന്ത് ചെയ്യാൻ റെഡി ആയിരിക്കും? കാർപ്പൻട്രി ചെയ്യാനും അതുപോലെ തന്നെ ജോയിനറി ചെയ്യാനും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിവിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഫ്രെയിംസ് അല്ലേ, ഡോറിൻ്റെ ഫ്രെയിം, വിൻഡോൻ്റെ ഫ്രെയിമൊക്കെ ചെയ്യാനായിട്ട്. ക്ലിയർ അല്ലേ? കാർപ്പൻട്രി ജോയിൻറ്റ്സ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫർണിച്ചേഴ്സിൽ ജോയിനറി ചെയ്യാനൊക്കെ ആയിട്ടും കാർപ്പൻട്രി ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് നാച്ചുറൽ സീസണിങ് ചെയ്യുക. ക്ലിയർ അല്ലേ? ആദ്യം നമ്മൾ ടിമ്പർ സ്റ്റാക്ക് ചെയ്യുക. അതായത് ഒതുക്കി അടക്കുകളായിട്ട് വെക്കും. അതിൻ്റെ ഇടയിൽ എന്ത് വേണം? ഫ്രീ സർക്കുലേഷൻ ഓഫ് എയറിന് വേണ്ടിയിട്ട് ഗ്യാപ്പ് കൊടുക്കണം. അത് എന്തിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും വേണം? പിന്നെ സൺ ആൻഡ് റെയിൻ. അതായത് ഡയറക്റ്റുള്ള സൂര്യപ്രകാശത്തിൽ നിന്നും മഴയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതായത് ഒന്ന് മറച്ചിട്ട് കൊടുക്കണം പറ്റുകയാണെങ്കിൽ. അതാണ് ഇഫ് പോസിബിൾ. ഇറ്റ് ടേക്സ് 2 to 4 years. അതായത് 2 തൊട്ട് 4 വർഷം വരെ ആകുമ്പോൾ ഈ ടിമ്പർ എന്തിനൊക്കെ ആയിരിക്കും? കാർപ്പൻട്രി വർക്സിനും ജോയിനറിക്കും. ജോയിനറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫർണിച്ചേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ഫർണിച്ചേഴ്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ജോയിനിങ് ഒക്കെ ചെയ്യാനായിട്ട് കാർപ്പൻട്രി ജോയിൻസ് ഉണ്ട് വേറെ. ക്ലിയർ അല്ലേ? 2-4 years ആണോ അല്ലെങ്കിൽ അത് വ്യത്യാസമുണ്ടോ? 2 to 4 years. 24 അല്ല, 2 to 4 years. നമ്മളിവിടെ 2 മാസം വെക്കില്ലേ ആൾക്കാർ. ശരിക്കും അങ്ങനെയാണ്, 2 തൊട്ട് 4 വർഷം വരെ.
അപ്പൊ 10 വർഷം എടുക്കുമല്ലോ ഒരു വീട് തീർന്നെങ്കിൽ. ഇത് മുന്നേ ചെയ്ത് വെച്ചത് എടുത്താൽ മതി. വീട് പണിയുന്ന സമയത്ത് ചെയ്യണ്ട. മുന്നേ ചെയ്ത് വെച്ചിട്ടുള്ള ടിമ്പർ നമുക്ക് യൂസ് ചെയ്യാലോ. എന്താ നാട്ടിലെ മരം ഉപയോഗിക്കാൻ വലിയ ബുദ്ധിമുട്ടാവും. നോക്ക, ഇങ്ങനെയാണ് ചെയ്യാ. കണ്ടോ ആ ഇമേജ് ഒന്ന് നോക്കിയേ, കണ്ടോ? ആ, അതായത് ഗ്യാപ്പ് വെക്കാനായിട്ട് അവർ വേറൊരു വുഡും കൂടി അതിൻ്റെ ഇടയിൽ കൊടുത്തിരിക്കുക. ആ, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാം. കണ്ടോ, ഇത് വേറൊരു രീതിയാണ്. അതായത് അടക്കി വെച്ചേക്കണതിൻ്റെ രീതി വേറെയാണ്. കണ്ടോ, അതിനൊരു റൂഫ് കൊടുത്തിട്ടുണ്ട്. അതാണ് റെയിൻ പ്രൂഫ് ഓവർ ഹാങ്ങിങ് റൂഫ്. ഇതാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റാക്കിംഗ് റേസ്ഡ് ഓഫ് ദി ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് മുകളിലേക്കായിട്ട് ഹൈറ്റിൽ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്, സ്റ്റാക്ക് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയോ? കണ്ടോ, ഇങ്ങനെ ക്ലിയർ അല്ലേ? ഇതിങ്ങനെ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ആ, മരക്കടയിലേക്ക് ഇങ്ങനെ വെക്കുന്നതാണ്. ഈ കാർപ്പൻട്രി ജോയിൻസ് കാർപ്പൻറ്റേഴ്സ് ഒക്കെ ഇങ്ങനെ ചെയ്യുന്നത് കാണാം. ആ, കട്ട് ചെയ്ത് 2 ആഴ്ച ഇങ്ങനെ അടുക്കി വെക്കും. അപ്പം നാച്ചുറൽ സീസണിങ് എന്താ? നമ്മൾ ടിമ്പർ ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. നാച്ചുറൽ സീസണിങ് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ സീസണിങ്ങും ചോദിക്കാറുള്ളതാണ്. എന്താ നാച്ചുറൽ സീസണിങ് പറഞ്ഞേ? പറയൂ. മഴയും വെയിലും കൊള്ളാതെ എയർ സർക്കുലേഷൻ നടക്കുന്ന രൂപത്തിൽ അടുക്കി വെക്കുക. പറ്റുകയാണെങ്കിൽ മറിച്ച് തിരിച്ചു വെക്കുക. 2.4 വർഷം വരെ ഇങ്ങനെ ഇരുന്നാൽ ആശാരി പണിക്ക് ഉപയോഗിക്കാം. ഓക്കെ, മലയാളത്തിൽ ഇങ്ങനെയും പറയാം കേട്ടോ. സൗണ്ട് വരുന്നില്ലല്ലോ. ഒരു ഉത്തരം പറഞ്ഞപ്പോ തന്നെ ക്ലാസ് നിർത്തിയോ? ക്ലാസ് പോയി. സീസണിങ് 2-4 വർഷമേ വരത്തുള്ളൂ. നമ്മൾ സംസാരിക്കുന്ന കേൾക്കണില്ല മിസ്. മൈക്ക് ഓഫ് ആക്കിക്കാം. മിസ്സിന്റെ നെറ്റ് പോയി. ഹലോ 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 ഹലോ. ആ, എൻ്റെ നെറ്റ് ഒന്ന് പോയതാണ്. സ്ക്രീൻ നിങ്ങൾക്ക് ഷെയർ ആവുന്നുണ്ടോ? അപ്പോൾ സ്ക്രീൻ ഷെയർ ആവുന്നില്ല അല്ലേ? ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ.
ലൈക്ക് ഓഫിലാന്നല്ലോ അടിക്കുന്നത്. ഒന്ന് വെയിറ്റ് ചെയ്യണേ. സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യട്ടെ കേട്ടോ. സ്ക്രീൻ ഷെയറിംഗ് അല്ലേ? സ്ക്രീൻ ഷെയറിംഗ് അല്ലേ? വന്നു കിട്ടി. നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ഏതാ? ആർട്ടിഫിഷ്യൽ സീസണിങ്. ആർട്ടിഫിഷ്യൽ സീസണിങ് ഡിഫറെൻറ്റ് ടൈപ്സിൽ വരുന്നുണ്ട്. ഏതൊക്കെയാ നോക്കാം. ഫസ്റ്റ് എന്താ? ബോയിലിംഗ്. ഫസ്റ്റ് ടൈപ്പ് എന്താ? ബോയിലിംഗ്. സെക്കൻഡ് ടൈപ്പ് എന്താ? കെമിക്കൽ സീസണിങ്. എന്താ? കെമിക്കൽ സീസണിങ്. അടുത്തത് മൂന്നാമത്തെ ഇലക്ട്രിക്കൽ സീസണിങ്. ഇലക്ട്രിക്കൽ സീസണിങ്. നാലാമത്തെ എന്താ? വാട്ടർ സീസണിങ്. വാട്ടർ സീസണിങ്. അഞ്ചാമത്തെ ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ വേർഡ്? ഈ ഒരു വേർഡ് സ്കിൻ സീസണിങ് അല്ലേ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ബ്രിക്ക് മേസൺറി അല്ല, ബ്രിക്സിന്റെ മാനുഫാക്ചറിങ്ങിൽ ബേണിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സിൽ കിൻ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? എന്തിനു വേണ്ടിയിട്ട്? ബേൺ ചെയ്യാനായിട്ട്. അതുപോലെ കിൻ സീസണിങ് എവിടെ ചെയ്യുന്നുണ്ട്? ബ്രിക്കിൻ്റെ സീസണിങ്ങിലും ചെയ്യുന്നുണ്ട്. അതായത് ആർട്ടിഫിഷ്യൽ സീസണിങ്, ബോയിലിംഗ്, കെമിക്കൽ സീസണിങ്, ഇലക്ട്രിക്കൽ സീസണിങ്, വാട്ടർ സീസണിങ്, സ്കിൻ സീസണിങ്. ഇങ്ങനെയാണ് എന്തിരിക്കുന്നത്? ആർട്ടിഫിഷ്യൽ സീസണിങ്ങൾ ഇരിക്കുന്നത്. ക്ലിയർ അല്ലേ? എൻ്റെ ആണോ വോയിസിൻ്റെ ആണോ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സൗണ്ട്? നോക്കാം. അപ്പോൾ 1 2 3 4 5 ടൈപ്സ് ആണ് എന്ത് വരുന്നത്? ആർട്ടിഫിഷ്യൽ സീസണിങ് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ എന്താ നോക്കുക? അടുത്തത് ബോയിലിംഗ് നോക്കാം. എന്താ ബോയിലിംഗ്? ഇൻ ദിസ് മെത്തേഡ് ടിമ്പർ ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ ആൻഡ് വാട്ടർ ഈസ് ദെൻ ബോയിൽഡ് ഫോർ അബൌട്ട് 3 to 4 hours. എന്താ ചെയ്യുന്നത്? ടിമ്പർ നമ്മളെടുത്തിട്ട് ഇമ്മേഴ്സ് ചെയ്ത് വെക്കുക. എന്താ ഇമ്മേഴ്സ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ, ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ട് ഇമ്മേഴ്സ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മുക്കി വയ്ക്കുക. എന്തിൽ മുക്കി വയ്ക്കുക? പൂർണ്ണമായി മുക്കി വയ്ക്കുക. എന്തിൽ? വെള്ളത്തിൽ അല്ലേ? വാട്ടർ. ആൻഡ് വാട്ടർ ഈസ് ദെൻ ബോയിൽഡ് ഫോർ അബൌട്ട് 3 to 4 hours. വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം എന്ത് ചെയ്യണം? ഈ വെള്ളം ചൂടാക്കണം. എത്ര ഡിഗ്രിയിൽ? എത്ര ഡിഗ്രിയിലല്ല, എത്ര ടൈം ചെയ്യണം? 3 to 4 3 മണിക്കൂർ തൊട്ട് 4 മണിക്കൂർ വരെ ചൂടാക്കണം. എന്തിനാ? ഈ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുള്ള ടിമ്പറിനെ ചൂടാക്കിയെടുക്കണം. ഓക്കെ. അതിനുശേഷം എന്ത് ചെയ്യണം? ടിമ്പർ ഈസ് ദെൻ ടേക്കൺ ഔട്ട് ആൻഡ് ഡ്രൈഡ് വെരി സ്ലോലി. എൻ്റെ തന്നെ വോയിസിൻ്റെ ഒക്കെ ആണോ അത്? ഓക്കെ ആയോ? ഹലോ. ടിമ്പർ ഈസ് ദെൻ ടേക്കൺ ഔട്ട് ആൻഡ് ഡ്രൈഡ് വെരി സ്ലോലി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം?
ടിമ്പറിനെ ആ വെള്ളത്തിൽ നിന്ന് എടുത്തതിന് ശേഷം എന്ത് ചെയ്യണം? ഡ്രൈ ചെയ്യാൻ വെക്കണം. ഡ്രൈ ചെയ്യണത് എങ്ങനെയാണ്? സ്ലോലി, ഡയറക്റ്റായിട്ട് സൺലൈറ്റിലൊന്നും വയ്ക്കാതെ എങ്ങനെ ചെയ്യണം? നമ്മൾ നാച്ചുറൽ സീസണിങ് ചെയ്യുന്നത് പോലെ അടക്കടക്കുകളൊക്കെ ആയിട്ട് വെച്ച് ഡയറക്റ്റായിട്ട് സൺലൈറ്റും റെയിനും തട്ടാത്ത സ്ഥലത്ത് പ്ലേസ് ചെയ്യണം. അതായത് പതുക്കെ ഡ്രൈ ആവാനായിട്ടുള്ള ടൈം കൊടുക്കണം. ക്ലിയർ? ഇൻ പ്ലേസ് ഓഫ് ബോയിലിംഗ് വാട്ടർ ടിമ്പർ മേ ബി എക്സ്പോസ്ഡ് ടു ദി ആക്ഷൻ ഓഫ് ഹോട്ട് സ്ട്രീം. അതായത് ഇങ്ങനെ ബോയിലിംഗ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് നമ്മൾ ഈ മാക്സിമം ഹീറ്റ് അതിന് കിട്ടി അത്രയും ടൈം വരെ അതങ്ങനെ ഹീറ്റായിട്ടിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ സീസണിങ് ചെയ്ത് കഴിഞ്ഞ് ഇതിന് എത്ര ഹീറ്റ് ആയാലും പ്രശ്നം വരില്ല. അതായത് ആ ഹോട്ട് സ്ട്രീമിൽ അതിൻ്റെ മാക്സിമം പ്രോപ്പർട്ടീസ് എക്സ്പോസ്ഡ് ആയിട്ടുണ്ടായിരിക്കും. ക്ലിയറായോ? നമ്മളിപ്പോൾ ഈ ബോയിലിംഗ് ചെയ്തപ്പോൾ അത് നന്നായിട്ട് ഹീറ്റായിട്ടുണ്ട് അല്ലേ? ബോയിലിംഗ് ചെയ്തപ്പോൾ ഹീറ്റായിട്ടുണ്ട്. അപ്പോൾ ആ ഹീറ്റ് ആവുന്ന ടൈമിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് മാക്സിമം എന്തായിട്ടുണ്ട്? എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. മാക്സിമം ലെവൽ വരെ എത്തിയിട്ടുണ്ട് അതിൻ്റെ. അപ്പോൾ അത് ഏത് ഹോട്ട് സ്ട്രീമിലായാലും പിന്നീട് സീസണിങ് കഴിഞ്ഞതിന് ശേഷം ഈ ടിമ്പറിന് ഫേസ് ചെയ്യാനായിട്ട് കുഴപ്പമുണ്ടാവില്ല. ഓക്കെ? ക്ലിയർ അല്ലേ? അടുത്തൊന്ന് നോക്കിയാലോ? അടുത്തൊന്ന് നോക്കാം. കെമിക്കൽ സീസണിങ്. സെക്കൻഡ് ടൈപ്പ് എന്താണ്? കെമിക്കൽ സീസണിങ്. എന്താ കെമിക്കൽ സീസണിങ്ങിൽ വരുന്നത്? ദിസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് സാൾട്ട് സീസണിങ്. നമ്മൾ പറഞ്ഞു കെമിക്കലിൽ, അതായത് കെമിസ്ട്രിയിൽ നമ്മൾ എന്താ പറയുക? ഒരു കോമ്പൗണ്ടിന് സോൾട്ട് എന്ന് പറയും. അതായത് എന്താണെന്ന് അറിയാത്ത ഒരു കോമ്പൗണ്ടിന് നമ്മൾ എന്ത് പറയും? സോൾട്ട് എന്നാ പറയുക അല്ലേ? മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് കെമിസ്ട്രിയിലും നമ്മൾ പറയുക ഏതെങ്കിലും അറിയാത്ത ഒരു കാൽസ്യം കാർബണേറ്റ് ആയിരിക്കാം. അറിയാത്ത ഏത് കോമ്പൗണ്ടിനായാലും നമ്മൾ സാൾട്ട് എന്നാ പറയാം. ഓക്കെ? അതായത് സോളിഡ് ആയിട്ടുള്ള ഏതൊരു കോമ്പൗണ്ടിനെയും നമ്മൾ എന്ത് പറയും? നമ്മളെന്താ പറയുക? സാൾട്ട് എന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ കെമിക്കൽ സീസണിങ്ങിനെ സോൾട്ട് എന്ന് പറയും. നോട്ട് ചെയ്ത് വയ്ക്കുക. ഓൾസോ നോൺ ആസ് salt seasoning. എന്താ? ഇൻ ദിസ് മെത്തേഡ് ദ ടിമ്പർ ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ എ സൊല്യൂഷൻ ഓഫ് സ്യൂട്ടബിൾ സോൾട്ട്. എന്താ ചെയ്യുന്നത്? വുഡിനെ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടിമ്പർ ആകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സോൾട്ടായിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ? സ്ക്രീൻ പോയോ? അതായത് ഇൻ ദിസ് മെത്തേഡ് ദ ടിമ്പർ ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ എ സൊല്യൂഷൻ ഓഫ് സ്യൂട്ടബിൾ സോൾട്ട്. അതായത് ഏത് മരത്തിന് ഏത് സോൾട്ടാണോ വേണ്ടത് ആ സോൾട്ട് ഉപയോഗിച്ചിട്ടുള്ള വെള്ളത്തിൽ, സൊല്യൂഷൻ എന്താ? ദ്രാവകം. ആ ദ്രാവകത്തിൽ നമ്മൾ ഇമ്മേഴ്സ് ചെയ്ത് വയ്ക്കുക, അതായത് മുക്കി വയ്ക്കുക. നേരത്തെ വെള്ളത്തിൽ നമ്മൾ മുക്കി വെച്ച പോലെ ഇവിടെ നമുക്ക് എന്താ? സ്യൂട്ടബിൾ ആയിട്ടുള്ള സോൾട്ട് മിക്സ് ചെയ്തിട്ടുള്ള സൊല്യൂഷനിൽ നമ്മൾ മുക്കി വയ്ക്കുകയാണ്. ഓക്കെ അല്ലേ? ഇറ്റ് ഈസ് ദെൻ ടേക്കൺ ഔട്ട് ആൻഡ് സീസൺഡ് ഇൻ ദി ഓർഡിനറി വേ. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? മുക്കി വെച്ചതിന് ശേഷം എടുത്തിട്ട് എന്ത് ചെയ്യും? ഓർഡിനറി വേയിൽ നമ്മൾ സീസണിങ് ചെയ്യും. അതായത് നമ്മൾ പറഞ്ഞ നാച്ചുറൽ സീസണിങ്ങിൽ തന്നെ ചെയ്യും. ക്ലിയർ ആയോ? അതായത് ഒരു സൊല്യൂഷനിൽ, അതായത് നമുക്ക് വേണ്ട സ്യൂട്ടബിൾ ആയിട്ടുള്ള സോൾട്ട് ഇട്ടിട്ടുള്ള സൊല്യൂഷനിൽ ടിമ്പറിനെ ഇമ്മേഴ്സ് ചെയ്ത് വെക്കുക, അതായത് മുക്കി വയ്ക്കും. അതിനുശേഷം അത് പുറത്തേക്ക് എടുത്തതിന് ശേഷം എന്ത് ചെയ്യും? നാച്ചുറൽ സീസണിൽ നമ്മൾ എന്താണോ ചെയ്തത് അതേപോലെ തന്നെ സീസണിങ്ങിന് ടൈം കൊടുക്കും. അതായത് നമ്മൾ പറഞ്ഞ പോലെ ടിമ്പേഴ്സ് ഗ്യാപ്പുകളായിട്ട് സ്റ്റേക്ക് ചെയ്ത് വെച്ചതിന് ശേഷം വെയിലും മഴയും തട്ടാത്ത രീതിയിൽ വെക്കും. 2 തൊട്ട് 4 വർഷം വരെ ആവുമ്പോൾ അത് സീസണിങ് ആയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ സീസണിങ് പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ ചെയ്യും. ക്ലിയർ ആണോ?
അതായത് നാച്ചുറൽ സീസണിങ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കെമിക്കൽ സൊല്യൂഷനിൽ അതിനെ മുക്കിയെടുക്കുന്നു. ഇതെന്തിനു വേണ്ടിയിട്ടാ? കുറച്ചുകൂടി ഫംഗൽ അറ്റാക്കിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ കെമിക്കൽസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ എന്തിനാ? അതായത് ഫംഗൽ അറ്റാക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതായത് നമുക്കറിയാലോ മരത്തുമ്മേ കുറേ അതിന് ഡിഫക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഇൻസെക്ട്സ് അതായത് പ്രാണികൾ കുറേ ഉണ്ട് അല്ലേ? ചെറിയ ചെറിയ പ്രാണികൾ ആകുമ്പോൾ കൂട് കൂട്ടും. അതിനുശേഷം അവിടെ എന്തായിരിക്കും? ചെതല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അത് എന്താ എന്നാന്ന് ക്ലിയർ ആയില്ല. അതെ, അതായത് നമ്മൾ ടിമ്പറിൽ ഡയറക്റ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുന്നില്ലേ? ആ, അത് തന്നെയാണ് അതിന്റെ സൊല്യൂഷൻസിൽ തന്നെയാണ് നമ്മൾ ഡിപ്പ് ചെയ്തെടുക്കുന്നതും. മനസ്സിലായോ? അതായത് ഒരു കെമിക്കൽ ട്രീറ്റ്മെന്റ് പോലെ നമ്മൾ ചെയ്തു കൊടുക്കുക. എക്സ്ട്രാ നാച്ചുറൽ സീസണിങ് ചെയ്യുന്നതിലുപരി ഒരു കെമിക്കൽ സീസണിങ് നമ്മൾ ചെയ്യാം. കുറച്ചും കൂടി ബെനിഫിറ്റ് ആവാൻ വേണ്ടിയിട്ട്, നമ്മൾ ചെയ്യുന്നതിന് കുറച്ചും കൂടി ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ നാച്ചുറൽ സീസണിങ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ഉള്ളിൽ ഒരു 2 തൊട്ട് 4 വർഷം വരെ എന്ന് പറയുമ്പോൾ അതിനുള്ള അതിന് എന്തൊക്കെ സംഭവിക്കാം അല്ല? മഴയും തട്ടുന്നില്ല, വെയിലും തട്ടുന്നില്ല എന്ന് നമ്മൾ പറയുമ്പോഴും എത്രത്തോളം അത് അതിൻ്റെ 100% സക്സസ്ഫുൾ ആവുമെന്ന് നമുക്കറിയാം അല്ലേ? അങ്ങനെ 100% ആക്കാൻ നമുക്ക് പറ്റില്ല അല്ലേ? അതിൻ്റെ ഇടയിൽ അതിന് കുറേ ഡിഫക്റ്റുകൾ സംഭവിക്കാം. ഇതുപോലെ നമ്മൾ പറഞ്ഞ പോലെ ഇൻസെക്ട്സും കാര്യങ്ങളൊക്കെ വരാം. അതായത് നാച്ചുറലായിട്ടുള്ള ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിന് 100% റിസൾട്ട് കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പോൾ അതിന് കുറച്ചും കൂടിയും ബെനിഫിറ്റ് കിട്ടാവുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കെമിക്കൽ സീസണിങ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? അടുത്ത എന്താ? ഇലക്ട്രിക്കൽ സീസണിങ്. എന്താ ഇലക്ട്രിക്കൽ സീസണിങ്ങിൽ വരുന്നത്? ഇൻ ദിസ് മെത്തേഡ് ഹൈ ഫ്രീക്വൻസി ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഈസ് യൂസ്ഡ് ഫോർ സീസണിങ്. ഈ ഇലക്ട്രിക്കൽ സീസണിങ് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഹൈ ഫ്രീക്വൻസി ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഈസ് യൂസ്ഡ് ഫോർ സീസണിങ്. എന്താ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്? എ സി അല്ലേ? എ സി ഉണ്ട്, ഡി സി ഉണ്ട്. എ സി എന്താ? എ സി ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്താ? എ സി ഏതാ? നമ്മൾ യൂസ് ചെയ്യുന്നത് എ സി ആണോ ഡി സി ആണോ? എ സി. ഡി സി നമ്മൾ യൂസ് ചെയ്യും, അതായത് ബാറ്ററിയിലൊക്കെ സ്റ്റോറേജ് ചെയ്യുന്നത് അല്ലേ? ആ, അപ്പോൾ എ സി ആണ് യൂസ് ചെയ്യുന്നത്. എന്താ? ഹൈ ഫ്രീക്വൻസി ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഈസ് യൂസ്ഡ് ഫോർ സീസണിങ്. ഇലക്ട്രിക്കൽ സീസണിങ് ചെയ്യാനായിട്ട് ഹൈ ഫ്രീക്വൻസി ഉള്ള ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആവശ്യമാണ്. എന്താ? ഗ്രീൻ ടിമ്പർ ഓഫേഴ്സ് ലെസ് റെസിസ്റ്റൻറ്റ് ടു ദി ഫ്ലോ ഓഫ് കറണ്ട്. എന്താ? ഗ്രീൻ ടിമ്പേഴ്സ് ഓഫേഴ്സ് ലെസ് റെസിസ്റ്റൻറ്റ് ടു ദി ഫ്ലോ ഓഫ് കറണ്ട്. അതായത് ഗ്രീൻ ടിമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് അവരെന്താ? ന്യൂലി, അതായത് ഫ്രഷ് ആയിട്ട് ഫെൽ ചെയ്തിട്ടുള്ള ട്രീ. അതായത് ഇപ്പം നമ്മൾ മുറിച്ചിട്ടുള്ള ട്രീ ഒക്കെയാണെന്ന് വിചാരിക്കും, പച്ചമരങ്ങൾ അല്ലേ? അതായത് വാട്ടറിൻ്റെ കണ്ടൻറ്റുള്ള മരങ്ങൾ ഇലക്ട്രിക്കലിനെ റെസിസ്റ്റ് ചെയ്യില്ല, ഇലക്ട്രിസിറ്റീനെ റെസിസ്റ്റ് ചെയ്യില്ല. ഓഫേഴ്സ് ലെസ് റെസിസ്റ്റൻറ്റ് ടു ദി ഫ്ലോ ഓഫ് കറണ്ട്. അതായത് അതിലൂടെ കറണ്ടിനെ കടത്തി വിടുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യില്ല അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഉണങ്ങിയ മരങ്ങൾ ഉപയോഗിക്കാനായിട്ട് പറയുന്നത് അല്ലേ? ഇലക്ട്രിക്കലിൻ്റെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഗ്രീൻ ടിമ്പേഴ്സ് ഓഫേഴ്സ് ലെസ് റെസിസ്റ്റൻറ്റ് ടു ദി ഫ്ലോ ഓഫ് കറണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഗ്രീൻ ടിമ്പേഴ്സ് ഇലക്ട്രിസിറ്റീനെ എന്ത് ചെയ്യില്ല? കടത്തിവിടില്ല എന്നോ? റെസിസ്റ്റ് ചെയ്യില്ല, പ്രതിരോധിക്കില്ല. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അതായത് ഗ്രീൻ ടിമ്പേഴ്സിൽ എന്തുണ്ടായിരിക്കും? വാട്ടറിൻ്റെ കണ്ടന്റ് ഉണ്ടായിരിക്കും. വാട്ടറിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് പോവില്ലേ? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്ന അതിനർത്ഥം എന്താ? ഇലക്ട്രിസിറ്റിനെ റെസിസ്റ്റ് ചെയ്യില്ല, അതായത് പ്രതിരോധിക്കില്ല.
ചാലകമായിരിക്കും. ആ കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് എന്ന് പറയും. അതായത് കണ്ടക്ടേഴ്സ് എന്താ, ഇലക്ട്രിസിറ്റീനെ പാസ് ചെയ്ത് വിടുന്നത്. സെമി കണ്ടക്ടേഴ്സ് ഇലക്ട്രിസിറ്റീനെ കുറച്ച് മാത്രം കടത്തി വിടുന്നത്. ഇൻസുലേറ്റേഴ്സ് എന്താ, ലൈനൊക്കെ പൊട്ടി വീണ് കഴിഞ്ഞാല് ഈ മരം കൊണ്ടല്ലേ അത് തട്ടി മാറ്റുന്നത്. അതായത് ഗ്രീൻ ടിമ്പേഴ്സ് വെച്ച് നമ്മൾ ചെയ്യാൻ പാടില്ല. ഇപ്പൊ ലൈൻ പൊട്ടി വീണ് കഴിഞ്ഞാൽ നമ്മള് ഇരുമ്പ് കൊണ്ട് ചെയ്യാതെ മരം കൊണ്ടല്ലേ ചെയ്യുന്നത്. അതെ, മരം കൊണ്ടാണ്. ആ മരം നിങ്ങൾ കേട്ടിട്ടില്ല, പച്ച മരം കൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഉണങ്ങിയ മരം കൊണ്ടേ ചെയ്യുള്ളൂ. അതായത് നിങ്ങൾ ഇലക്ട്രിക്കലിൻ്റെ എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ ഓൾറെഡി അവിടെ മെയിൻ ഓഫായിരിക്കും. ഇരുമ്പോണ്ട് നമ്മൾ തൊടൂല. ഇല്ല, ഇരുമ്പോണ്ട് എന്തായാലും തൊടില്ല. അപ്പൊ കറണ്ട് കടത്തി വിടുന്നില്ലല്ലോ. എന്താ ക്ലിയർ ആയില്ല? നമ്മളെ ശരീരത്തിലോട്ട് കറണ്ട് വരാതെ ഇരിക്കാനല്ല നമ്മൾ മരം ഉപയോഗിക്കുന്നത്. ഇരുമ്പ് ഉപയോഗിച്ച് തട്ടിക്കഴിഞ്ഞാല് നമ്മളെ ശരീരത്തിൽ കറണ്ട് വരും. അപ്പം മരം കടത്തി വിടുന്നില്ലല്ലോ. മരം കടത്തിവിടുന്ന അത് ഉണങ്ങിയ മരമാണ്. പച്ച മരത്തിൽ നമ്മൾ പറഞ്ഞു 50%, അതായത് 50%ഓളം വെള്ളത്തിൻ്റെ കണ്ടന്റ്, വാട്ടറിൻ്റെ കണ്ടന്റ് ഉണ്ട്. അത്രയും വാട്ടറിൻ്റെ കണ്ടന്റ് ഉള്ള നമുക്ക് അറിഞ്ഞൂടെ വെള്ളത്തിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ പച്ചമരം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതായത് അതിൽ കൂടെ എന്ത് പാസ് ചെയ്യും, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. അതുകൊണ്ട് പച്ചമരങ്ങൾ നമ്മൾ യൂസ് ചെയ്യില്ല. അതാണ് ഗ്രീൻ ടിമ്പേഴ്സ് ഓഫേഴ്സ് ലെസ് റെസിസ്റ്റൻസ്. അതായത് അവർക്ക് ഇലക്ട്രിസിറ്റിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവില്ല എന്നല്ല, കുറച്ച് മാത്രമേ റെസിസ്റ്റ് ചെയ്യുള്ളൂ. അതായത് ഉണക്ക മരങ്ങളിൽ വാട്ടറിൻ്റെ കണ്ടന്റ് ഇല്ല. അപ്പോൾ അവയ്ക്ക് ഇലക്ട്രിസിറ്റിനെ റെസിസ്റ്റ് ചെയ്യാം. അതായത് വാട്ടറിൻ്റെ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റിക്ക് പാസ് ചെയ്യാനായിട്ടുള്ള ഒരു പാസേജ് വേ ഇല്ല അതിൽ. പക്ഷേ ഗ്രീൻ ടിമ്പേഴ്സിലാകുമ്പോൾ വാട്ടറിൻ്റെ കണ്ടന്റ് ഉണ്ട് 50%ഓളം. അപ്പോൾ അവർക്ക് ആ വാട്ടറിൻ്റെ ഉള്ളിൽ കൂടെ ഇലക്ട്രിസിറ്റിക്ക് പാസ് ചെയ്ത് പോവാം. ഓക്കെ, ക്ലിയർ ആണോ ആ കാര്യം? ദി റെസിസ്റ്റൻസ് ഇൻക്രീസസ്, ദ വുഡ് ഡ്രൈസ് ഇന്റേണലി വിച്ച് ഓൾസോ ദി പ്രൊഡക്ഷൻ ഓഫ് ഹീറ്റ്. എന്താ, നമ്മളിത് കൊടുക്കുമ്പോൾ ഹീറ്റ് അവിടെ ഉണ്ടാവും അല്ലേ. ഇലക്ട്രിസിറ്റി ഏതൊരു വസ്തുവിൽ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അവിടെ ഇലക്ട്രിസിറ്റി മാത്രമാണോ പാസ് ചെയ്യുന്നത്, അത് കറണ്ട് മാത്രമാണോ പാസ് ചെയ്യുക? അവിടെ എന്തുണ്ട്, ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യില്ലേ. ഇപ്പം നമ്മൾ കുറേ നേരം ഒരു ലൈറ്റ് കത്തിച്ചിടുമ്പോൾ അതിൻ്റെ ആ ബൾബിന് ഹീറ്റ് കിട്ടാറില്ലേ. അതായത് ഇലക്ട്രിസിറ്റി മാത്രമല്ല, ഇലക്ട്രിസിറ്റിക്കൊപ്പം എന്തും കൂടിയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഹീറ്റും കൂടിയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ ഹീറ്റ് കൊണ്ട് എന്ത് സംഭവിക്കുകയാണ്, നമ്മുടെ ടിമ്പർ ഡ്രൈ ആവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ടിമ്പർ ഡ്രൈ ആവും. അങ്ങനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ സീസണിങ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഇലക്ട്രിക്കൽ സീസണിങ് ഒന്നും ചെയ്യില്ല, അതിന് പ്രത്യേകം ഫാക്ടറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ അല്ലേ ഇലക്ട്രിക്കൽ സീസണിങ്? അതെ. അടുത്തത് നോക്കിയാലോ, അടുത്തത് നോക്കാം. എന്താ അടുത്തത് വരുന്നത്, വാട്ടർ സീസണിങ്. വാട്ടർ സീസണിങ് നിങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ടായിരിക്കും. വാട്ടർ സീസണിങ് എന്താ, വാട്ടർ സീസണിങ് ഇൻ ദിസ് മെത്തേഡ് ഫോളോയിങ് പ്രൊസീജിയർ ഈസ് ഓൾസോ അഡോപ്റ്റഡ്. എന്താ ചെയ്യുക, വാട്ടർ സീസണിങ്ങിൽ നമ്മൾ ഈ പ്രൊസീജിയറാണ് യൂസ് ചെയ്യുക. എന്താ ചെയ്യുന്നത്, ദ ടിമ്പർ ഈസ് കട്ട് ഇൻ ടു പീസസ് ഓഫ് സ്യൂട്ടബിൾ സൈസ്. എക്കോ വരുന്നുണ്ടല്ലേ, ഇടക്കൊക്കെ വരുന്നുണ്ട്. ഓക്കെയോ? നോക്കാം. അതായത് നമ്മൾ സ്യൂട്ടബിൾ സൈസിൽ ആ ടിമ്പറിനെ കട്ട് ചെയ്തെടുക്കും. അതായത് നമുക്ക് വേണ്ട സൈസ് ഏതാണോ അതിൽ നമ്മൾ
വുഡിനെ അല്ലെങ്കിൽ ടിമ്പറിനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അതാണ് ആദ്യം ചെയ്യുന്ന പ്രോസസ്സ്. പിന്നീട് എന്താ ചെയ്യുക? The pieces are immersed wholly in water, preferably in running water of stream. എന്താ ഈ അരുവികളൊക്കെ ഇല്ലേ, അരുവികൾ, പുഴകൾ, അതായത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് കെട്ടിക്കിടക്കുന്ന വെള്ളമല്ല, ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ എന്ത് ചെയ്യും? നമ്മളതിനെ ഒരുമിച്ച് കെട്ടിയിട്ട് ആ വെള്ളത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. അതിന് അതായത് ആ വെള്ളത്തിൽ മുക്കിയിടും. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കണ്ടിട്ടുണ്ടോ? എന്താ? മില്ലുകളിലുള്ളവരൊക്കെ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് എന്ത് ചെയ്യും? ദി കെയർ ഷുഡ് ബി ടേക്കൺ ടു സീ ദ ടിമ്പർ ഈസ് നോട്ട് പാർഷ്യലി ഇമ്മേഴ്സ്ഡ്. അതായത് പാർഷ്യലി ഇമ്മേഴ്സ്ഡ് എന്നാൽ പാർഷ്യലി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മാത്രം, അല്ലെങ്കിൽ പകുതി ഭാഗം, മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇമ്മേഴ്സ്ഡ് ചെയ്തിരിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് നോക്കണം, അത് പകുതി മാത്രം പൊന്തിക്കെടുക്കുകയാണോ അതോ മുഴുവനായിട്ട് താഴ്ന്ന് കിടക്കുന്നുണ്ടോ എന്നുള്ളത്. ഈ പകുതി മാത്രം പൊന്തിക്കെടുക്കുമ്പോൾ എന്താ പ്രത്യേകത? ആ പകുതി പോർഷനിൽ മാത്രമായിരിക്കും, അല്ലെങ്കിൽ എത്ര ഭാഗമാണോ മുങ്ങിക്കെടുക്കുന്നത് ആ പോർഷനിൽ മാത്രമായിരിക്കും വാട്ടറിൻ്റെ കണ്ടന്റ് ഉണ്ടായിരിക്കുക. ബാക്കിയുള്ള ഭാഗം ചിലപ്പോൾ സൺലൈറ്റായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും? ഡയറക്റ്റ് കോണ്ടാക്റ്റിലായിരിക്കും. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. വാട്ടർ സീസണിങ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടിമ്പർ എപ്പോഴും വാട്ടറിൽ ഫുള്ളി ഇമ്മേഴ്സ്ഡ് ആയിരിക്കണം. അതായത് മുഴുവനായിട്ടും മുങ്ങിക്കെടുക്കണം. ക്ലിയർ ആയോ? അതിനെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ദി ടിമ്പർ ഈസ് ടേക്കൺ ഔട്ട് ആഫ്റ്റർ എ പീരീഡ് ഓഫ് എബൌട്ട് 3 to 4 weeks. അതായത് 3 തൊട്ട് 4 വീക്സ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക? വെള്ളത്തിൽ നിന്ന് നമ്മൾ ഈ ടിമ്പറിനെ പുറത്തേക്ക് എടുക്കാം. 3 തൊട്ട് 4 വീക്സ് വരെ, അതായത് 1 മാസം അല്ലേ? 1 മാസത്തിന് ശേഷമായിരിക്കും നമ്മൾ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന ടിമ്പറിനെ നമ്മൾ പുറത്തേക്ക് എടുക്കാം. അതിനുശേഷം എന്താ ചെയ്യുക? അത് ഈ വാട്ടർ സീസണിങ് ചെയ്യുന്നതുകൊണ്ടുള്ള ഉപകാരം എന്താ നമുക്ക്? സ്ക്രീനും പോയി വോയിസും പോയല്ലോ. ഇതാരാ അതിൻ്റെ ഇടയിൽ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ടാണ് സ്ക്രീൻ പോയത്. ആരാ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്? സോഫിയ ആണോ? സോഫിയ സ്ക്രീൻ ഷെയർ ചെയ്യണതൊന്ന് ഓഫാക്കൂ. ശ്രദ്ധിക്കണം കേട്ടോ, സ്ക്രീൻ ഷെയറിംഗ് ഒക്കെ. വാട്ടർ സീസണിങ് അല്ലേ? അപ്പം നമ്മൾ 1 മാസത്തിന് ശേഷമൊക്കെ എന്ത് ചെയ്യും? ആ മുക്കി വെച്ചിട്ടുള്ള ടിമ്പറിനെ നമ്മൾ പുറത്തേക്ക് എടുക്കും. ഇതെന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ ഈ ഒഴുകിക്കെടുക്കുന്ന വെള്ളത്തിലിടണമെന്ന് പറയാനുള്ള കാരണം എന്താ? ഇങ്ങനെ ഒഴുകിക്കെടുക്കുന്ന വെള്ളത്തിലാവുമ്പോഴാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള വുഡിലെ സാപ്പ് ഇല്ലേ, അതിൻ്റെ ഒരു തരം പശ അല്ലെങ്കിൽ ഒരു മ്യൂക്കസ് പോലുള്ളൊരു സംഭവമുണ്ട് മരത്തിൽ, കണ്ടിട്ടില്ലേ? ഒരു വഴുവഴുപ്പുള്ള സാധനമൊക്കെ, അതൊക്കെ പോവാനാണ് നമ്മൾ ഈ ഒഴുകുന്ന വെള്ളത്തിലിടുന്നത്. ഈ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആ ടിമ്പറിൻ്റെ ഉള്ളിൽ നിന്ന് ഈ സാപ്പ് റിമൂവ് ആയി പോവും. ഓക്കെ. ഡ്യൂറിങ് ദിസ് പീരീഡ് ദ സാപ്പ് കണ്ടെയ്ൻഡ് ഇൻ ടിമ്പർ ഈസ് വാഷ്ഡ് എവേ ബൈ വാട്ടർ. അതായത് ടിമ്പറിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാപ്പിനെ ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം എപ്പോഴും വാഷ് ചെയ്തുകൊണ്ടിരിക്കും.
റിമൂവ് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, അതായത് റണ്ണിങ് സ്ട്രീമിൽ വേണം നമ്മൾ മരം മുക്കിയിടാനായിട്ടെന്ന്. ഓക്കെ, അതായത് ഒരു വെറുതെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യാതെ ഒഴുകി പോകുന്ന അരുവികളിലോ പുഴകളിലോ വേണം എന്ത് ചെയ്യാനായിട്ട്, മരം മുക്കി വയ്ക്കാനായിട്ട്. ആ, ക്ലിയർ ആയോ? The timber is taken out of water and allowed to dry under shed having free circulation of fire. ഈ സെൻറ്റൻസ് കൊണ്ട് എന്താ മീൻ ചെയ്യുന്നത്? നമ്മൾ ചെയ്തിട്ടുള്ള നാച്ചുറൽ സീസണിങ് തന്നെയാണ് പറയുന്നത് അല്ലേ. വാട്ടറിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അലോ ടു ഡ്രൈ അണ്ടർ ഷെഡ്, അതായത് ഒരു ഷെഡിൻ്റെ ഉള്ളിൽ നമ്മൾ ഡ്രൈ ചെയ്യാനായിട്ട് ഇടണം. കാരണം എന്താ, ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് അതുപോലെ റെയിൻ വാട്ടർ ഇത് രണ്ടും കൊള്ളാനായിട്ട് പാടില്ല. ഒരു ഷെഡിൻ്റെ താഴെ വേണം അറേഞ്ച് സ്റ്റേക്ക് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ എന്ത് വേണം? ഹാവിങ് ഫ്രീ സർക്കുലേഷൻ ഓഫ് എയർ. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്തത് വരുന്നത് കിൻ സീസണിങ് ആണ്. അത് കുറച്ചും കൂടി നമുക്ക് ഡീപ്പായിട്ട് പറയാനുണ്ട്. നമുക്ക് ഈ 4 സീസണിങ് പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ കിൻ എടുക്കാം കേട്ടോ. ഓക്കെ, കിന് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുണ്ട്. നമുക്ക് ഈ ക്ലാസ് കൊണ്ട് തീരില്ല. ഹലോ പറയൂ മാഡം, ആ ഇലക്ട്രിക്കിന്റെ മാത്രം ഒന്ന് ബ്രീഫ് ആയിട്ടൊന്ന് പറഞ്ഞുതരൂ. ഒരു മിനിറ്റ്.